Hello, hi. Welcome to the session of business regulations. നമ്മൾ ഇന്ന് ബിസിനസ് റെഗുലേഷൻ്റെ 7ാമത്തെ സെഷനിലാണ്. മോഡ്യൂൾ 1 തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 സെഷൻസിലായിട്ട് നമ്മളുടെ ഈ ബിസിനസ് ലോ എന്ന പേപ്പർ അതിൻ്റെ ഡെപ്തിലേക്ക് പതുക്കെ നീങ്ങി തുടങ്ങി. ലോ എങ്ങനെ ഫോം ചെയ്തു, നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 അതിനെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ 2 ഭാഗങ്ങൾ, പാർട്ട് 1 പാർട്ട് 2. പാർട്ട് 1 നമ്മളുടെ കോൺട്രാക്റ്റിൻ്റെ അതായത് ബിസിനസ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ്, അതിൻ്റെ കൺസെപ്റ്റ്സ് ഒക്കെയാണ്, അതിൻ്റെ മെയിൻ ബേസസ് ആണ് പറയുന്നത്. സെക്കൻഡ് പാർട്ട് എന്താ വെച്ചാൽ സ്പെസിഫിക് ആയിട്ടുള്ള കോൺട്രാക്ട്സ്, ചില സ്പെഷ്യൽ കോൺട്രാക്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ പാർട്ട് 1 കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷൻ 6 വരെയും ഇനിയും കുറച്ചും കൂടി അത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒരു കോൺട്രാക്റ്റ് എന്താണ്, കോൺട്രാക്റ്റിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമുക്ക് കോൺട്രാക്ട്സിൽ തന്നെ പല ഡിഫറെൻറ്റ് കോൺട്രാക്ട്സിൻ്റെ ഡിഫറൻസസ് കണ്ടു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കോൺട്രാക്റ്റിൽ നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്തു അല്ലേ. കോൺട്രാക്റ്റ് ഇസ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. അതിൽ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ആണ് അല്ലേ. എന്താണ് എഗ്രിമെൻറ്റ്, അതിൽ ഓഫർ എന്താണ്, വാലിഡ് ആയിട്ടുള്ള ഓഫറിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഓഫേഴ്സ് അത് കണ്ടു. ഓഫേഴ്സിൻ്റെ റിവക്കേഷൻ, വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് അത് പറഞ്ഞു. പിന്നെ അക്സെപ്റ്റൻസ്, എസെൻഷ്യൽസ് ഓഫ് അക്സെപ്റ്റൻസ്. പിന്നെ നമ്മളുടെ ഈ റിവക്കേഷൻ, അത് ഓഫർ അല്ലെങ്കിൽ പ്രൊപ്പോസലിൻ്റെ റിവക്കേഷൻ മാത്രമല്ല, അക്സെപ്റ്റൻസിൻ്റെ റിവക്കേഷനും ചെയ്യാം. അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ അത് ലോസ് ആയാൽ എന്ത് സംഭവിക്കും അല്ലേ. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ സെഷൻസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കൺസിഡറേഷൻ, ഓഫർ അക്സെപ്റ്റൻസിലുള്ള കൺസിഡറേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ അല്ലേ. തിരിച്ച് നമ്മൾ എന്താണ് ഒരു ബെനിഫിറ്റ് ഉദ്ദേശിക്കുന്നത് ഒരു കോൺട്രാക്റ്റിൽ, അതിനെയാണ് കൺസിഡറേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഒരു പ്രോമിസ്, ഒരു ഓഫർ, കൺസിഡറേഷൻ ഇല്ലാത്തൊരു ഓഫർ വെറും ഒരു ബെയർ പ്രോമിസാണ്. നൂഡം പാക്റ്റം എന്നുള്ള ഒരു ലാറ്റിൻ വേർഡ് അതിൽ പറയുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പിന്നെ നമ്മളുടെ കൺസിഡറേഷൻ്റെ ലാറ്റിൻ വേർഡ് എന്ന് പറയുന്നത് ക്വിഡ് പ്രൊക്വോ അല്ലേ. ക്വിഡ് പ്രൊക്വോ എന്നുള്ള ഒരു വേർഡ് മീനിങ്, അത് സംതിങ് ഇൻ റിട്ടേൺ എന്നുള്ള മീനിങ് ആണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി ഇന്നത്തെ സെഷനിൽ നമ്മൾ ആ കൺസിഡറേഷൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം അതിൻ്റെ ഫസ്റ്റ് എസെൻഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. പ്രോമിസറുടെ ഡിസയറിൽ ഫോം ചെയ്യേണ്ടതാണ് കൺസിഡറേഷൻ. അതാണ് ആദ്യത്തെ എസെൻഷ്യൽ പറയുന്നത്. ദ പ്രോമിസർ അണ്ടർ എ കോൺട്രാക്ട് promises something to the promisee in return to the latest act. അതായത് അക്സെപ്റ്റർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ അക്സെപ്റ്റ് ചെയ്യുന്നതിന് റിട്ടേൺ ആയിട്ട് അയാൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പ്രോമിസറുടെ ഡിസയറിൽ ഫോം ചെയ്യേണ്ടതാണ്. Hence it is essential that promisee should perform his part of the promise only at the desire of the promiser. സംതിങ് ഇൻ റിട്ടേൺ എന്നുള്ളത് പ്രോമിസറാണ് തീരുമാനിക്കുന്നത്. ആ പ്രോമിസറുടെ ഡിസയർ അനുസരിച്ച് അയാൾ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് ആ രീതിയിലാണ് നമ്മുടെ പ്രോമിസി അത് പെർഫോം ചെയ്യേണ്ടത്. ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. അപ്പോൾ ഈ രീതിയിൽ ആ കൺസിഡറേഷൻ്റെ ഡിസയർ പ്രോമിസർക്ക് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഇങ്ങനെയാണ്. പേഴ്സൺ എക്സ് എന്ന് പറഞ്ഞ ആൾ, അയാളുടെ സൺ മിസ്സിങ് ആണ്. പേഴ്സൺ വൈ എന്ത് ചെയ്ത് വോളണ്ടറിലി ഒരാളോടും ചോദിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ പേഴ്സൺ എക്സിൻ്റെ മോനെ അന്വേഷിച്ച് പോയി. ഇവിടെ പേഴ്സൺ വൈക്ക് ഒരു റെമ്യൂണറേഷനോ റിവാർഡോ പേഴ്സൺ എക്സിൻ്റെ അടുത്ത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ, ഒന്ന്, പേഴ്സൺ വൈ നമ്മളുടെ പേഴ്സൺ എക്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടല്ല പേഴ്സൺ എക്സിൻ്റെ മകൻ അന്വേഷിച്ച് പോയത്, വോളണ്ടറിലി ആയിട്ടാണ് പോയത്. പിന്നെ അത് മാത്രമല്ല,
പേഴ്സൺ എക്സ് അതിന് ഒരു ഡിസയറും പറഞ്ഞിട്ടില്ല. സോ ഇറ്റ് ഈസ് ഓൺലി എ വോളണ്ടറി ആക്ഷൻ. ഓക്കെ, സോ അത് നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആദ്യത്തെ എസെൻഷ്യൽ പറയുന്നത് കൺസിഡറേഷൻ ഷുഡ് ഫോം ഫ്രം ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. ഓഫർ ചെയ്യുന്ന ഓഫറർ തന്നെയാണ് കൺസിഡറേഷനും എന്ത് ചെയ്യേണ്ടത്, ഫോം ചെയ്യേണ്ടത്. അയാളുടെ ഡിസയറിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്, അല്ലാതെ വേറെ ആരുടെയും ഡിസയറിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇനി രണ്ടാമത്തെ എസെൻഷ്യൽ പറയുന്നത് എന്താണ്? രണ്ടാമത്തെ എസെൻഷ്യൽ പറയുന്നത് ഇതാണ്, that is consideration may move from promisee or any other person. എന്താ അത് മീൻ ചെയ്യുന്നത്? അതായത് ഇപ്പം കൺസിഡറേഷൻ ഫോം ചെയ്യേണ്ടത് പ്രോമിസറുടെ ഡിസൈറിൽ നിന്നാണ് പറഞ്ഞു. ഇനി അക്സെപ്റ്റർ അല്ലെങ്കിൽ പ്രോമിസിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ പ്രോമിസി ഡയറക്റ്റായിട്ട് ആ കൺസിഡറേഷൻ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോമിസിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിക്കും അത് മൂവ് ചെയ്യാം. അതിൽ തെറ്റില്ലെന്നാണ് പറയുന്നത്. Okay, consideration may move from promisee or any other person on behalf of the promisee. So it is clear that a person can sue on a contract even if the consideration for the promise proceeded from a third party, provided it has been done. അതായത് കൺസിഡറേഷൻ ഒന്നില്ലെങ്കിൽ പ്രോമിസി നേരിട്ടോ അല്ലെങ്കിൽ അയാളുടെ റെപ്രസെൻറ്റേറ്റീവ് ഓൺ ബിഹാഫ് ഓഫ് പ്രോമിസി അയാളുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോമിസർക്ക് ആ രീതിയിൽ ഫോം ചെയ്ത കോൺട്രാക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന തേർഡ് പാർട്ടി നമ്മളുടെ പ്രോമിസിയുടെ ബിഹാഫായിട്ട് അത് പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തേർഡ് പാർട്ടിക്കും ഇവിടെ എന്തുണ്ട്, സ്ഥാനമുണ്ട് പ്രോമിസിയുടെ ഭാഗത്ത്. പ്രോമിസറുടെ ഭാഗത്തു നിന്നല്ല കേട്ടോ, പ്രോമിസിയുടെ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ രണ്ട് എസെൻഷ്യൽസ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. ബട്ട് ഇംഗ്ലീഷ് ലോ ദ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് ഓൺലി ഫ്രം പ്രോമിസ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ലോ ഫോം ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് കോൺട്രാക്ട് ലോയിൽ നിന്നാണ്, ഇംഗ്ലീഷ് ലോയിൽ നിന്നാണ്. ചില ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് നമ്മളുടെ പ്രോമിസിയുടെ ഭാഗത്ത് നിന്ന് ഒരു തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇൻവോൾവ് ആവാം കൺസിഡറേഷൻ മൂവ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇംഗ്ലീഷ് ലോയിൽ അത് പറയുന്നില്ല കേട്ടോ. ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത് പ്രോമിസിക്ക് പകരം ഒരു തേർഡ് പാർട്ടി പറ്റില്ല, പ്രോമിസി തന്നെ നേരിട്ട് തന്നെയാണ് മൂവ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത്. ബട്ട് ഇൻ ഇംഗ്ലീഷ് ലോ ദ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് ഓൺലി ഫ്രം പ്രോമിസി. ഒരു തേർഡ് പാർട്ടി പ്രോമിസിയുടെ ബിഹാഫ് മൂവ് ചെയ്താൽ ഇംഗ്ലീഷ് ലോയിൽ അത് കൺസിഡർ ചെയ്യില്ല, അപ്പോൾ കോൺട്രാക്റ്റ് ഫോം ചെയ്യില്ല. പക്ഷേ ഇന്ത്യൻ കോൺട്രാക്ട് ലോയിൽ അങ്ങനെയില്ല കേട്ടോ. കാരണം പ്രോമിസിയുടെ പകരം ഒരു റെപ്രസെൻറ്റേറ്റീവിന് എന്ത് ചെയ്യാം, അത് മൂവ് ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു എസെൻഷ്യലാണ് പറയുന്നത് കൺസിഡറേഷൻ നമുക്ക് 3 രീതിയിൽ ആവാമെന്ന് പറയുന്നുണ്ട്. പാസ്റ്റ് കൺസിഡറേഷൻ, പ്രസൻറ്റ് കൺസിഡറേഷൻ ഓർ ഫ്യൂച്ചർ കൺസിഡറേഷൻ. എങ്ങനെയാണ് കൺസിഡറേഷൻ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചർ ആവുന്നത്? നമുക്ക് എന്തായാലും നോക്കാം അല്ലേ. നോക്കൂ, when the promiser received the consideration from the promisee even before the date of the promise, it is called as past consideration. Okay, it is called as past consideration. In other words, the promisee gives consideration first and the promiser gives promise later. Under English law there is no past consideration. Okay, so past consideration എന്ന് പറയുന്നത് എന്താണ്? When the promiser received the consideration from the promisee even before the date of the promise, it is called as past consideration. അതായത് എന്താണ് പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്? പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത് അല്ലേ. അപ്പം ഒരു ശ്രദ്ധിച്ച് കേൾക്കുക, പ്രോമിസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കൺസിഡറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് കൺസിഡറേഷൻ ആദ്യം വന്നു, അത് കഴിഞ്ഞിട്ടാണ് പ്രോമിസ് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, അപ്പം പ്രോമിസ് ഉണ്ടായിട്ടില്ല, അപ്പോൾ അതിന് മുമ്പേ എന്താ വരുന്നു? കൺസിഡറേഷൻ ഫോം ചെയ്യാണ്. ഇതിനെയാണ് നമ്മൾ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. The promisee gives consideration first and the promiser gives promise later and later അല്ലേ. അപ്പോൾ ആദ്യം പ്രോമിസ് എന്ത് ചെയ്തു? കൺസിഡറേഷൻ കൊടുത്തു, അത് കഴിഞ്ഞിട്ടാണ്
പ്രോമിസർ എന്ത് ചെയ്യുന്നത്, അയാളുടെ പ്രോമിസ് കൊടുക്കുന്നത്. ഓക്കെ, സോ അതാണ് ആദ്യത്തെ കാര്യം പറയുന്നത്, പാസ്റ്റ് കൺസിഡറേഷൻ. വെൻ ദ പ്രോമിസർ റിസീവ്ഡ് ദ കൺസിഡറേഷൻ ഫ്രം ദ പ്രോമിസി ഈവൻ ബിഫോർ ദ ഡേറ്റ് ഓഫ് ദ പ്രോമിസ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് പാസ്റ്റ് കൺസിഡറേഷൻ. ഓൾറെഡി എന്ത് ചെയ്യുന്നു, അപ്പോൾ പ്രോമിസ് നടക്കുമ്പോൾ ഓൾറെഡി അതിൻ്റെ കൺസിഡറേഷൻ തന്നു കഴിഞ്ഞു. മനസ്സിലായോ? അതുകൊണ്ടാണ് അതിനെ നമ്മൾ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോമിസ്, ആ പ്രോമിസിൻ്റെ കൺസിഡറേഷൻ നേരത്തെ തന്നെ തരുന്നു. അപ്പോൾ ഓൾറെഡി തന്നു കഴിഞ്ഞു എന്നുള്ള അപ്പോൾ പ്രോമിസ് പെർഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൺസിഡറേഷൻ ഓൾറെഡി തന്നു കഴിഞ്ഞു എന്നുള്ള സെൻസിലാണ് എന്തെന്ന് പറയുന്നത്, പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ലോയിൽ ഇത്തരത്തിലുള്ള പാസ്റ്റ് കൺസിഡറേഷൻ ഇല്ല. രണ്ട് വ്യത്യാസങ്ങൾ കണ്ടു അല്ലേ? എന്താണ്? ആദ്യം ഒരെണ്ണം പറഞ്ഞിരുന്നു, അതായത് കൺസിഡറേഷൻ ചെയ്യുമ്പോൾ പ്രോമിസിയുടെ ബിഹാഫ് ഒരു റെപ്രസെൻറ്റേറ്റീവിന് എന്ത് ചെയ്യാം, ആ കൺസിഡറേഷൻ മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ? എസെൻഷ്യലിൽ, സെക്കൻഡ് എസെൻഷ്യലിൽ. അത് ഇന്ത്യൻ കോൺട്രാക്ട് ലോ അനുവദിക്കുന്നതാണ്, പക്ഷേ ഇംഗ്ലീഷ് ലോ അത് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ നോക്കൂ, പാസ് കൺസിഡറേഷൻ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലോയിൽ ദർ ഈസ് നോ പാസ് കൺസിഡറേഷൻ. ഇന്ത്യൻ ലോയിൽ മാത്രമേ എന്തുള്ളൂ, പാസ് കൺസിഡറേഷൻ ഉള്ളൂ. അപ്പോൾ എന്താണ് പാസ് കൺസിഡറേഷൻ? അതായത് പ്രോമിസ് കിട്ടണക്ക് മുമ്പായിട്ട് തന്നെ അതിൻ്റെ കൺസിഡറേഷൻ കൊടുക്കുക. അപ്പോൾ പ്രോമിസ് നടക്കുന്ന സമയത്ത് എന്തായി, കൺസിഡറേഷൻ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ 30 ലക്ഷം രൂപയ്ക്കുള്ള വീട് വാങ്ങിക്കുന്നു, വീട് വിൽക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം പേഴ്സൺ ബി എന്ത് ചെയ്തു, 30 ലക്ഷം ഓൾറെഡി കൊടുത്തു, ഫുള്ള് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് വീട് വിൽക്കാനുള്ള കാര്യങ്ങൾ അയാൾ ആ വീട് മറ്റാളുടെ പേരിലേക്ക് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ആ വീട് ആ പ്രോമിസ് കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി അതിൻ്റെ കൺസിഡറേഷൻ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതാ പറയുന്നത് പാസ്റ്റ് കൺസിഡറേഷൻ. എക്സാമ്പിൾ നോക്കൂ, എക്സ് സൺ വാസ് റെസ്ക്യൂഡ് ഫ്രം ഡ്രോവിംഗ് ബൈ വൈ ഓൺ 15th August at the request of X. Subsequently, on 17th August, X promised to pay rupees 5,000 for the service rendered in the past. Y's consideration in this case is a past consideration. അപ്പോൾ ഇവിടെ ഒരു ഇൻസ്റ്റൻസ് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ ഇപ്പോൾ വീട് വിൽക്കുന്ന കേസ് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വേറൊരു കൺസിഡറേഷൻ പറയുകയാണ്. എന്താണ്? എക്സ് സൺ വാസ് റെസ്ക്യൂഡ് ഫ്രം ഡ്രോണിങ് ബൈ വൈ. അതായത് എക്സിൻ്റെ മകൻ എന്ത് ചെയ്തു, ഇങ്ങനെ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വൈ എന്ത് ചെയ്തു, രക്ഷപ്പെടുത്തി. അത് ഓഗസ്റ്റ് 15-ാം തീയതിയാണത് രക്ഷപ്പെടുത്തിയത്. അത് എക്സ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് വൈ അത് രക്ഷപ്പെടുത്തിയത്. കാരണം എക്സിന് പറ്റിയില്ല. അപ്പോൾ വൈൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ മോൻ മുങ്ങാണ്, ദയവ് ഇതൊന്ന് രക്ഷിക്കാൻ പറഞ്ഞു. സബ്സിക്വൻ്റ്ലി ഓൺ ദ 17th August, അപ്പോൾ അങ്ങനെ രക്ഷപ്പെടുത്തിയ ശേഷം പിന്നീട്, അപ്പോൾ 15-ാം തീയതിയാണ് രക്ഷപ്പെടുത്തിയത്. പക്ഷേ 17-ാം തീയതി എന്ത് ചെയ്തു, എക്സ് പ്രോമിസ് ചെയ്യാണ്. എന്ത്? അന്ന് എൻ്റെ മോനെ നിങ്ങൾ രക്ഷപ്പെടുത്തിയില്ലേ, ഞാനപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരാം, ഒരു 5,000 രൂപ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് സർവീസ് റെൻഡേർഡ് ഇൻ ദ പാസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞു പോയ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അയാൾ ഇപ്പം എന്ത് ചെയ്യുന്നത്, കൺസിഡറേഷൻ കൊടുക്കുന്നത്. വൈസ് കൺസിഡറേഷൻ ഇൻ ദിസ് കേസ് ഇസ് എ പാസ് കൺസിഡറേഷൻ. അപ്പോൾ ഇതും ഒരു പാസ് കൺസിഡറേഷന് നമുക്ക് എടുക്കാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ട്രാൻസാക്ഷൻ ആയിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാവുക അല്ലേ? 30 lakh rupeesന് പേഴ്സൺ എ പേഴ്സൺ ബിക്ക് സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചു. പേഴ്സൺ ബി അത് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അയാൾ വീട് വിൽക്കാൻ തീരുമാനിച്ചു, സ്ഥലമല്ല വീട് വിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പേഴ്സൺ ബി അത് അക്സെപ്റ്റ് ചെയ്തു. പേഴ്സൺ ബി എന്ത് ചെയ്തു, 30 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് ഫുള്ള് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പേഴ്സൺ എ എന്ത് ചെയ്യുന്നത്, അയാളുടെ ആ വീട് മറ്റേ പേഴ്സൺ ബിയുടെ പേർക്ക് മാറ്റി കൊടുക്കുന്നത്, അതിൻ്റെ ഫുള്ള് പ്രോപ്പർട്ടിയുടെ അവകാശം കൊടുക്കുന്നത്. അങ്ങനത്തെ ഇൻസ്റ്റൻസിൽ അതെന്താണ്, പാസ് കൺസിഡറേഷനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, പ്രസൻറ്റ് കൺസിഡറേഷൻ. പ്രസൻറ്റ് കൺസിഡറേഷൻ നമുക്ക് വേറൊരു പേരും കൂടി പറയാം, എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ. നോക്കൂ, when the promisor receives consideration from promisee simultaneously with the promise, അതായത് ഓഫറും അക്സെപ്റ്റൻസും ഒരേ സമയത്ത് നടക്കുകയാണ്. ഓക്കെ, അതായത് കൺസിഡറേഷനും പ്രോമിസും ഒരേ സമയത്ത് നടക്കുകയാണ്, 1 by 1 സൈമൾട്ടേനിയസ്ലി, ഒന്ന് കഴിയുമ്പോൾ അടുത്തത്, അങ്ങനെ നടക്കുമ്പോൾ അതിനെയാണ് നമ്മൾ പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. വെൻ ദ പ്രോമിസർ റിസീവ്സ് കൺസിഡറേഷൻ ഫ്രം ദ പ്രോമിസി സൈമൾട്ടേനിയസ്ലി വിത്ത് ദ പ്രോമിസ്. പ്രോമിസർ പ്രോമിസ് കൊടുക്കുമ്പോഴേക്കും അക്സെപ്റ്റർ എന്ത് ചെയ്തു, കൺസിഡറേഷൻ തന്നു അല്ലേ? അതാണ്. അപ്പോൾ കടയിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന പോലെ
കടക്കാരൻ നമുക്ക് സാധനം തന്നപ്പോഴേക്കും നമ്മൾ അതിന് പൈസ കൊടുത്തു. പ്രസൻറ്റ് കൺസിഡറേഷനാണ്. എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Present consideration usually arises when there is a promise to pay for goods sold and delivered. എപ്പോഴും നമ്മുടെ ഗുഡ്സിൻ്റെ സെയിൽസിലൊക്കെ ഈ പറയുന്ന പ്രസൻറ്റ് കൺസിഡറേഷൻ ആണ്. എക്സാമ്പിൾ നോക്കൂ. എക്സ് അഗ്രീസ് ടു സെൽ ഹിസ് ബൈക്ക് ഫോർ എ സം ഓഫ് ₹50,000 to Y. Accordingly, X gives the bike and Y pays the price immediately. Consideration moves simultaneously with the promisee and so it is a present consideration. അല്ലേ, എക്സ് വൈക്ക് അയാളുടെ ബൈക്ക് 50,000 രൂപയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എക്സ് എന്ത് ചെയ്തു, വൈക്ക് അയാളുടെ ബൈക്ക് കൊടുക്കുന്ന അതേ സമയത്ത് വൈ എന്ത് ചെയ്തു, അതിനുള്ള പൈസയും കൊടുത്തു. അപ്പോൾ സൈമിൾട്ടേനിയസ്ലി ഒന്ന് കഴിയുമ്പോൾ അപ്പം തന്നെ മറ്റൊന്നും തീരുവാണ്. അപ്പോൾ പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് അതിനെ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺസിഡറേഷനിൽ പാസ്റ്റ് കൺസിഡറേഷൻ എന്താണെന്ന് കണ്ടു, പ്രസൻറ്റ് കൺസിഡറേഷൻ എന്താണെന്ന് കണ്ടു. പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് വെച്ചാൽ കൺസിഡറേഷൻ ആദ്യം നടന്നു, അതിൻ്റെ പ്രോമിസ് പിന്നീടാണ് നടക്കുന്നത്. ഓക്കെ, ഇനി പ്രസൻറ്റ് കൺസിഡറേഷനിലോ പ്രോമിസും അതിനുള്ള കൺസിഡറേഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് നടക്കുന്നു. ഇനി അപ്പോൾ ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഫ്യൂച്ചർ കൺസിഡറേഷന് വേറൊരു പേരും കൂടിയുണ്ട്, എക്സിക്യൂട്ടറി കൺസിഡറേഷൻ. പ്രസൻറ്റ് കൺസിഡറേഷനെ നമ്മൾ എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞു, ഫ്യൂച്ചർ കൺസിഡറേഷനെ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ ആണ് പറയുന്നത്. When the promiser has to receive consideration in the future for his promise, it is called future consideration or executory consideration. It is also known as promise to promise. ഫ്യൂച്ചർ കൺസിഡറേഷൻ നമുക്ക് വേറൊരു പേര് കൂടി ഉണ്ട്, പ്രോമിസ് ടു പ്രോമിസ്. അപ്പം ഫ്യൂച്ചർ കൺസിഡറേഷനിൽ ആദ്യം പ്രോമിസ് പെർഫോം ചെയ്തു, അതിന് ശേഷം ഫ്യൂച്ചറിൽ പിന്നീടാണ് അതിൻ്റെ കൺസിഡറേഷൻ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിന് എക്സിക്യൂട്ടറി കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എക്സിക്യൂഷൻ നടക്കുന്നത് കൺസിഡറേഷൻ്റെ ഭാഗമാണ്. ഓക്കെ, കൺസിഡറേഷൻ്റെ ആ എക്സിക്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്. പ്രസൻറ്റ് കൺസിഡറേഷനിൽ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ സൈമിൾട്ടേനിയസ് ആയിട്ട് ഫോം ചെയ്തു. ഫ്യൂച്ചറിൽ അങ്ങനെയല്ല, ആദ്യം പ്രോമിസ് പെർഫോം ചെയ്തു, അതിനുശേഷം പിന്നീട് ഭാവിയിലാണ് അതിൻ്റെ കൺസിഡറേഷൻ ഉണ്ടാവുക. ഇപ്പം നമ്മളുടെ 30 ലക്ഷം രൂപ വീട് വിൽക്കുന്ന കാര്യം പേഴ്സൺ എ ബി, അപ്പോൾ അതിൽ പേഴ്സൺ എ എന്ത് ചെയ്തു, 30 ലക്ഷം രൂപയ്ക്ക് പേഴ്സൺ ബിക്ക് വീട് കൊടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പം പേഴ്സൺ ബി അത് സമ്മതിച്ചു. അപ്പോൾ പേഴ്സൺ എ എന്ത് ചെയ്തു, ആദ്യം അയാൾ വീട് കൊടുത്തു, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു. ഓക്കെ, അപ്പോൾ പേഴ്സൺ ബി എന്ത് ചെയ്തു, പൈസ വീടൊക്കെ എഴുതി അയാളുടെ പേരിലൊക്കെ മാറ്റിയ ശേഷം പിന്നീട് ഭാവിയിൽ എന്ത് ചെയ്തു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ പൈസ കൊടുക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ അതിൻ്റെ ടേംസും അങ്ങനെ അവർ തീരുമാനിച്ചിട്ടുണ്ടാവാം. സോ ഇങ്ങനെ ഒരേ സമയത്ത് തന്നെ പ്രോമിസും കൺസിഡറേഷൻ നടക്കുന്നില്ല. പ്രോമിസ് ആദ്യം സംഭവിക്കുന്നു, കൺസിഡറേഷൻ പിന്നീടേ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കുറച്ച് സമയം, ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് കൺസിഡറേഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ കൺസിഡറേഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ. ഇതിനെ നമുക്ക് പ്രോമിസ് ടു പ്രോമിസ് എന്ന് പറയുകയാണ്. എന്താണ്, ആദ്യം ഓഫർ പ്രോമിസ് ചെയ്തു, പിന്നീട് നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കൺസിഡറേഷൻ അക്സെപ്റ്റർ പ്രോമിസ് ചെയ്തു. അതുകൊണ്ടാണ് അതിനെ പ്രോമിസ് ടു പ്രോമിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കൂ. എക്സ് അഗ്രീസ് ടു ലുക്ക് ആഫ്റ്റർ ദ ചൈൽഡ് ഓഫ് വൈ and he further agrees to receive all expenses incurred by him from Y at the end of the year. In this case, consideration is a future one for X. അപ്പോൾ വൈയുടെ കുട്ടീനെ നോക്കാൻ, പേഴ്സൺ വൈയുടെ കുട്ടീനെ നോക്കാൻ എക്സ് സമ്മതിച്ചു. ആൻഡ് ഫർദർ അഗ്രീസ് ടു റിസീവ് ഓൾ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ഹിം ഫ്രം വൈ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. അപ്പം വൈയുടെ കുട്ടീനെ നോക്കാൻ എക്സ് തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ അതിന് ആ കുട്ടീനെ നോക്കാനായിട്ട് എന്തൊക്കെ ചിലവ് വരുന്നോ അത് ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ആ ഒരു കൊല്ലത്തേക്ക് മൊത്തം എന്തൊക്കെ ചിലവായോ അത് വൈയിൽ നിന്ന് വാങ്ങിച്ചുകൊള്ളാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ എന്തായി, കൺസിഡറേഷൻ ഫ്യൂച്ചറിലാണ് ഉണ്ടാവുക, പ്രോമിസ് ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ആയി തുടങ്ങി. അപ്പോൾ അതാണ് എന്ത്, ഫ്യൂച്ചർ കൺസിഡറേഷൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചെറിയൊരു ഷോർട്ടായിട്ട് നമുക്ക് പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ കൺസിഡറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം.
ആദ്യം പാസ് കൺസിഡറേഷൻ. അപ്പോൾ പാസ് കൺസിഡറേഷനിൽ എന്താ സംഭവിച്ചത്? കൺസിഡറേഷൻ ആദ്യം നടന്നു, അത് കഴിഞ്ഞിട്ടാണ് പ്രോമിസ് ഉണ്ടായത്. പ്രസൻറ്റ് കൺസിഡറേഷനിൽ പ്രോമിസ് നടന്നു കഴിയുമ്പോൾ തന്നെ കൺസിഡറേഷനും ഫോം ചെയ്തു സൈമൾട്ടേനിയസ് ആയിട്ട്. ഫ്യൂച്ചർ കൺസിഡറേഷനിൽ പ്രോമിസ് ആദ്യം നടന്നു, അത് കഴിഞ്ഞ് പിന്നീട് ഭാവിയിലാണ് കൺസിഡറേഷൻ ഫോം ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ. സിമ്പിളായിട്ടത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നാലാമത്തെ എസെൻഷ്യൽ എന്താണ്? കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡിക്വേറ്റ്. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡിക്വേറ്റ്. നമ്മൾ പറഞ്ഞു കൺസിഡറേഷൻ ഫോം ചെയ്യേണ്ടത് പ്രോമിസറുടെ ഡിസൈറിലാണ്. അയാൾക്ക് ഉചിതമായി തോന്നുന്ന രീതിയിൽ അത് അയാൾക്ക് തീരുമാനിക്കാം. അത് അഡിക്വേറ്റ് ആവണം, അത് കറക്റ്റ്, അത് എന്താ പറയുക, അത് കറക്റ്റ് ആവണം എന്നുള്ളതൊന്നും നിയമമില്ല. പ്രോമിസർക്ക് എന്താണ് തോന്നിയത് അതുപോലെ തന്നെ അയാൾക്ക് കൺസിഡറേഷൻ ഫോം ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് ഉചിതമായിട്ടുള്ള കൺസിഡറേഷൻ ആവണം എന്നുള്ളത് നിർബന്ധമില്ല. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡിക്വേറ്റ് ടു ദ പ്രോമിസ്. വാട്ട് ഈസ് റിക്വയർഡ് ഇസ് ദാറ്റ് ദർ ഷുഡ് ബി സം കൺസിഡറേഷൻ ഫോർ ദ പ്രോമിസ്. കോൺട്രാക്ട് ലോ പറയുന്നത് കൺസിഡറേഷൻ അഡിക്വേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അത് എന്താ പറയുക, നമ്മൾ എന്താണ് പ്രോമിസ് ചെയ്യുന്നത് ആ പ്രോമിസിന് ഉചിതമായിട്ടുള്ളതാണെന്ന് ആവണമെന്ന് നിർബന്ധമില്ല. കൺസിഡറേഷൻ ഉണ്ടാവണം, അത് ഇത്തിരി എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ആയാലും മതി. അത് പക്ഷേ നമ്മളുടെ പ്രോമിസറുടെ ഡിസൈറിൽ നിന്ന് ഉണ്ടാവണം, അത്രേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഇഫ് എ മാൻ ഗെറ്റ്സ് വാട്ട് ഹീ കോൺട്രാക്റ്റഡ് ഫോർ, the court will not enquire whether it was equivalent to the promise which he gave in return. ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഇപ്പം നമ്മൾ ലീഗലി മൂവ് ചെയ്തു പ്രശ്നമായിട്ട്, അങ്ങനെ കൺസിഡറേഷൻ വാങ്ങിച്ച് കൊടുത്തു എന്നിരിക്കട്ടെ. അപ്പോൾ നിയമം നോക്കുന്നത് പ്രോമിസർ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കൺസിഡറേഷൻ തന്നെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അല്ലാതെ എന്താണോ പ്രോമിസ് ചെയ്തത് അതിന് ഉചിതമായിട്ടുള്ള കൺസിഡറേഷൻ ആണോ കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ അത് നോക്കില്ല എന്ന്. മനസ്സിലായോ? സോ അതാണ് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡിക്വേറ്റ് എന്ന് പറയാൻ കാരണം. The law simply provides that a contract should be supported by consideration. Even a smallest consideration is sufficient provided it has some value. നിയമം പറയുന്നത് കോൺട്രാക്റ്റിൽ there should be some consideration. Even if it is a small consideration, that is sufficient enough to provide some value. ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ചെറിയ കൺസിഡറേഷൻ ആയാലും കോർട്ട് എന്ത് ചെയ്യുന്നു, അത് അംഗീകരിക്കും. കാരണം ആ ചെറിയ വാല്യൂ ആയിട്ടുള്ള കൺസിഡറേഷനും ഫോം ചെയ്തത് ആരാണ്? നമ്മളുടെ പ്രോമിസറാണ്. സോ പ്രോമിസറുടെ ഡിസ്ക്രിപ്ഷനാണത്. അപ്പോൾ നമുക്കതിൽ കോർട്ടിനായാലും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് കോർട്ടിലിപ്പോൾ അഥവാ ഇപ്പം ആ കൺസിഡറേഷൻ നടന്നില്ലെങ്കിൽ കോർട്ടിന് എന്ത് ചെയ്യാം, അത് നടത്തിച്ച് ആ കൺസിഡറേഷൻ വാങ്ങിച്ചു കൊടുക്കാം. അത് എത്രയാണോ കൺസിഡറേഷൻ പറഞ്ഞിട്ടുള്ള അത് തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ കോർട്ടിന് നിർവാഹമുള്ളൂ. അല്ലാതെ അതിൽ കൂടുതലായിട്ട് വാങ്ങിച്ചു കൊടുക്കാനുള്ള നിർവാഹം കോർട്ടിനില്ല. അതാണ് മൂന്നാമത്തെ എസെൻഷ്യൽ പറയുന്നത്. നോക്കൂ, പേഴ്സൺ എ അഗ്രീസ് ടു സെൽ ഹിസ് മൊബൈൽ വർത്ത് 25,000 ടു പേഴ്സൺ ബി ഫോർ ₹2,000. എയും ബിയും ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ എ എന്ത് ചെയ്തു, അയാളുടെ 25,000 രൂപയുടെ ഒരു മൊബൈൽ ഫോൺ അയാളിപ്പോൾ പുതിയ വേറെ ഫോൺ വാങ്ങിച്ചു. അപ്പോൾ അയാളുടെ ഒരു പാവപ്പെട്ട ഒരു ഫ്രണ്ടാണ് ബി, അയാൾക്ക് കൊടുത്തേക്കാം. പക്ഷെ വെറുതെ കൊടുക്കാനൊരു മനസ്സ് ബുദ്ധിമുട്ടാണ്. പറഞ്ഞാൽ അന്ന് ഒരു കാര്യം പോട്ടെ, 2,000 രൂപയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ ആ കൺസിഡറേഷൻ എന്താണ്, വളരെ സ്മോളാണ്, പക്ഷെ അതിനൊരു വാല്യൂ ഉണ്ട് അല്ലേ. സോ ദ കോൺട്രാക്ട് ഇസ് വാലിഡ് പ്രൊവൈഡഡ് എസ് കൺസേൺ വാസ് ഫ്രീലി ഒബ്റ്റൈൻ. കാരണം ഈ പേഴ്സൺ എ ആണ്, ആളുടെ ഡിസയറിലാണ് ഈ കൺസിഡറേഷൻ ഫോം ചെയ്തത്. ഇപ്പോൾ ഇൻ കേസ് ഈ ഒരു ഇൻസ്റ്റൻസ് ഇപ്പോൾ കോർട്ടിൽ പോയി എന്ന് വിചാരിക്കുക, പേഴ്സൺ ബി പേ ചെയ്തില്ല, കൺസിഡറേഷൻ പേഴ്സൺ എക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ കോർട്ട് എന്ത് ചെയ്തു, പേഴ്സൺ ബിയുടെ അഗെയിൻസ്റ്റ് ആയിട്ട് നീങ്ങി അയാളെ കൊണ്ട് ആ കൺസിഡറേഷൻ എത്രയാണോ അതാണ് വാങ്ങിച്ചു കൊടുക്കുക. എത്രയാണ് ഇവിടെ കൺസിഡറേഷൻ പറഞ്ഞത്? 2,000, അല്ലാതെ 25,000 അല്ല കേട്ടോ. അപ്പോൾ അതാ ഇവിടെ പറയുന്നത് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡിക്വേറ്റ്. അത് നമ്മളുടെ പ്രോമിസിന് ഉചിതമായിട്ടുള്ള കൺസിഡറേഷൻ ആവണമെന്ന് നിർബന്ധമില്ല. അത് സ്മോളസ്റ്റ് വാല്യൂ ആയാലും അതൊരു വാല്യൂ ആയിട്ടുള്ള കൺസിഡറേഷൻ ആയാലും മതി. അതാണ് നാലാമത്തെ എസെൻഷ്യൽ പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ
4 കൺസിഡറേഷൻ ഓൾറെഡി കണ്ടു അല്ലേ? എന്താണ് കൺസിഡറേഷൻ? നമ്മളുടെ പ്രോമിസയുടെ ഡിസയറിൽ ഫോം ചെയ്യണം. രണ്ടാമത്തെ കൺസിഡറേഷൻ എസെൻഷ്യൽ പറഞ്ഞത് കൺസിഡറേഷൻ ഒന്നില്ലെങ്കിൽ പ്രോമിസിയോ അല്ലെങ്കിൽ പ്രോമിസിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള തേർഡ് പാർട്ടിക്ക് പ്രോമിസിയുടെ ഭാഗത്ത് നിന്ന് മൂവ് ചെയ്യാം. പിന്നെ നമ്മൾ മൂന്നാമത് കൺസിഡറേഷൻ 3 തരത്തിൽ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ പറഞ്ഞു അല്ലേ? ഇതെല്ലാം കൺസിഡറേഷൻ്റെ ബേസിലാണ്. പാസ്റ്റ് കൺസിഡറേഷനിൽ ആദ്യം കൺസിഡറേഷൻ ഉണ്ടാവുന്നു, പിന്നീട് പ്രോമിസ് നടപ്പിലാവുന്നു. പ്രസൻറ്റ് കൺസിഡറേഷനിൽ ആദ്യം പ്രോമിസ്, അതിന് പിന്നാലെ കൺസിഡറേഷൻ ഫോം ചെയ്യുന്നു. ഫ്യൂച്ചറിൽ ആദ്യം പ്രോമിസും അതിന് ശേഷം കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് കൺസിഡറേഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് 3 ടൈപ്സ് ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞത്. ഇനി നാലാമത്തെ എസെൻഷ്യൽ പറഞ്ഞത് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡിക്വേറ്റ്. ഈ പ്രോമിസർ അയാളുടെ ഡിസൈറിൽ ഫോം ചെയ്യുന്ന കൺസിഡറേഷൻ നമ്മളുടെ പ്രോമിസിന് ഉചിതമായിട്ടുള്ളതാവണം നിർബന്ധമില്ല. സ്മോളസ്റ്റ് വാല്യൂ ആണെങ്കിലും മതിയാവും. കോർട്ട് ആ രീതിയിലാണ് അതിനെ കാണുക. ഓക്കെ, ഇനി അഞ്ചാമത്തെ എന്താണ് എസെൻഷ്യൽസ് നോക്കാം. കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂസറി. റിയൽ ആയിട്ടുള്ള കൺസിഡറേഷനെ സ്ഥാനമുള്ളൂ. ഓക്കെ, സോ അത് ഇല്യൂസറി ആവരുത്. നോക്കൂ, കൺസിഡറേഷൻ സെറ്റ് ടു ബി അൺറിയൽ ആൻഡ് ഇല്യൂസറി. എങ്ങനെയൊക്കെയുള്ള കൺസിഡറേഷനെയാണ് നമ്മൾ അൺറിയൽ, ഇല്യൂസറി പറയുന്നത്? ദ ആക്ട് ഫോമിങ് കൺസിഡറേഷൻ ഈസ് ഇല്ലീഗലി ഓർ ഫിസിക്കലി ഇംപോസിബിൾ. ലീഗൽ അല്ലാത്ത കാര്യങ്ങൾ, പിന്നെ നമുക്ക് കായികമായിട്ട് സാധിക്കാൻ പറ്റാത്തത്, അങ്ങനെയുള്ള എന്ത് കൺസിഡറേഷൻ നമ്മൾ എന്താണ് അൺറിയൽ, ഇല്യൂസറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ എന്താണ് രണ്ടാമത്? ദ കൺസിഡറേഷൻ ഇസ് അൺസർട്ടൺ. നടപ്പിലാക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് നമുക്കിവിടെ എടുക്കാൻ പറ്റില്ല. പിന്നെ വെൻ ഇറ്റ് സീംസ് ടു ബി പ്രസൻറ്റ് ബട്ട് ആബ്സെൻറ്റ് ഇൻ ഫാക്റ്റ്. നമുക്ക് അത് ഉണ്ടെന്ന് തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ അതില്ല. അങ്ങനത്തെ ഒരു ഇല്യൂസറി ഇതിലുള്ളതാണെങ്കിൽ അതും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇഫ് എ കൺസിഡറേഷൻ ഇസ് നോട്ട് റിയൽ, ഇറ്റ് കനോട്ട് ബി എ വാലിഡ് കൺസിഡറേഷൻ. റിയൽ അല്ലാത്ത ഏതൊരു കൺസിഡറേഷനും നമുക്ക് എടുക്കാൻ പറ്റില്ല, റിയൽ കൺസിഡറേഷനായിട്ട് എടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, പേഴ്സൺ എ പ്രോമിസസ് ടു ഷിഫ്റ്റ് എ മൗണ്ടൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇഫ് പേഴ്സൺ ബി പേസ് 10,000. Person A's promise is physically impossible of performance. മല ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നീക്കി വെക്കാമെന്ന് പറയാണ്. 10,000 rupees കൊടുക്കുകയാണെങ്കിൽ അപ്പം ആ കൺസിഡറേഷൻ ഇറ്റ്സ് ഇമ്പോസിബിൾ, ഇറ്റ്സ് നോട്ട് റിയൽ. അപ്പം അങ്ങനെ അൺറിയൽ ആയിട്ടുള്ളതും ഇല്യൂസറി ആയിട്ടുള്ളതും, അതായത് നമുക്ക് ഉണ്ടെന്ന് തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ അതില്ല അല്ലേ? ഇപ്പോൾ ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ഇല്യൂസറി ആണ്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻസ് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ കൺസിഡറേഷൻ. അപ്പോൾ അതാ പറഞ്ഞത്, കൺസിഡറേഷൻ ഷുഡ് ബി റിയൽ, മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂസറി. ഓക്കെ, ഇനി ആറാമത്തെ എസെൻഷ്യൽ പറയുന്നത് എന്താണ്? ആറാമത്തെ എസെൻഷ്യൽ പറയുന്നത് ഇതാണ്, കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. നിയമത്തിന് നിരക്കുന്നതായിരിക്കണം. Consideration is said to be lawful if it is forbidden by law. നിയമമായിട്ട് ബന്ധിതമായിരിക്കണം, നിയമം അനുസരിക്കുന്നതായിരിക്കണം. If it is of such a nature that it is of such a nature that if permitted would defeat the provisions of any law. അതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പെർമിറ്റ് ചെയ്താൽ അത് നമ്മളുടെ ഒരു നിയമത്തിനെയും എതിർക്കാൻ പാടില്ലാത്തതായിരിക്കണം. എതിർക്കുന്നതാണെങ്കിൽ അത് നമുക്ക് നടപ്പിലാക്കാം, കൺസിഡറേഷനായിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ ഇഫ് ഇറ്റ് ഈസ് ഫ്രോഡുലൻറ്റ്, എന്തെങ്കിലും ഒരു ഫ്രോഡ് നേച്ചർ ഉള്ളതാണെങ്കിൽ അതും നമുക്കിവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇറ്റ് ഇൻവോൾവ്സ് ഇഞ്ചുറി ടു ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് അനദർ. അത് എന്തെങ്കിലും ഒരു ദോഷം വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച എന്തെങ്കിലും വസ്തുവിനോ ഒരു ദോഷം അത് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതും നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ ഇറ്റ് ഈസ് റിഗാർഡഡ് ബൈ കോർട്ട് ആസ് ക്രിമിനൽ, അല്ലേ? ക്രിമിനൽ സ്വഭാവമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ആസ്പദമാക്കിയിട്ടുള്ളതും കൺസിഡർ ചെയ്യാൻ പറ്റില്ല.
പിന്നെ ഇറ്റ് ഈസ് റിഗാർഡഡ് ബൈ ദ കോർട്ട് ആസ് ബീങ് ഒപ്പോസ്ഡ് ടു പബ്ലിക് പോളിസി. നമ്മുടെ പൊതുജനങ്ങളുടെ ജീവിതത്തിന് എതിരായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മുടെ കോർട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും അതിനോട് സംബന്ധിച്ച ഒരു കൺസിഡറേഷൻ നമുക്കിവിടെ എടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ നിയമത്തിന് നിരക്കുന്ന രീതിയിലുള്ള കൺസിഡറേഷൻസേ നമുക്ക് വാലിഡായിട്ട് എടുക്കാൻ പറ്റില്ല, അല്ലാത്തതൊന്നും നമുക്ക് വാലിഡായിട്ട് എടുക്കാൻ പറ്റില്ല. ഇപ്പം എക്സാമ്പിൾ ഇവിടെ പറയുന്നത് where person A promises to obtain an employment for B in public service. നമുക്കറിയാം പബ്ലിക് സർവീസ് കമ്മീഷൻ PSC ഉണ്ട്. അവർ എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് ഇൻ്റർവ്യൂ പാസ്സായാലാണ് നമുക്ക് ജോലി കിട്ടുക അല്ലേ. അല്ലാതെ നമുക്കിപ്പോൾ ഒരാളെ സ്വാധീനം കൊണ്ടൊന്നും നമുക്ക് കിട്ടില്ല അല്ലേ. അപ്പോൾ ഇവിടെ പേഴ്സൺ എ എന്ത് ചെയ്തു, പേഴ്സൺ ബിയോട് പറയാണ് ഞാൻ നിനക്ക് പബ്ലിക് സർവീസിൽ ഗവൺമെൻറ് ജോബ് ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം, എനിക്ക് നീ ഒരു 10,000 രൂപ തന്നാൽ മതി. In return promises to pay rupees 10,000 to A. The agreement is void as the consideration is unlawful. ഇത് ജസ്റ്റ് ഒരു ബ്രൈബാണ് അല്ലേ. എന്താണ്, നമ്മൾ കൈമണി കൊടുക്കുന്നതാണ്, ഇതൊരു ബ്രൈബാണ്, ഇത് നിയമത്തിന് നിരക്കാത്തതാണ്. ഒരിക്കലും നിയമം എന്ത് ചെയ്യുന്നില്ല, ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം അതെന്താണ്, അതും നമുക്ക് ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം 6 എസെൻഷ്യൽസ് നമ്മൾ കണ്ടു കൺസിഡറേഷൻ്റെ അല്ലേ. എന്താണ് ആദ്യത്തെ പറഞ്ഞത്, കൺസിഡറേഷൻ ഷുഡ് ഫോം അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. സെക്കൻഡ് വൺ, വെൻ പ്രോമിസി മൂവ്സ് ദ കൺസിഡറേഷൻ എയ്തർ he can directly move it or he can move it through a representative of third party. പിന്നത്തെ എന്താണ്, കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. പിന്നെ നാലാമത്തെ എന്താ പറഞ്ഞത്, കൺസിഡറേഷൻ മേ നോട്ട് ബി അഡിക്വേറ്റ്. അഞ്ചാമത്തേത് എന്താണ്, കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഇല്യൂസറി. ആൻഡ് ആറാമത്തെ എന്താണ്, കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ, നിയമത്തിന് നിരക്കുന്നതായിരിക്കണം അല്ലേ. അപ്പം എസെൻഷ്യൽസ് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ ബിസിനസ് ലോയിൽ നമ്മൾ പഠിക്കുന്ന ഏതൊരു കൺസെപ്റ്റാണെങ്കിലും ആ കൺസെപ്റ്റിനെയൊക്കെ നമ്മൾ വിത്ത് എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ മാത്രമാണ് നമുക്കത് ഈസി ആവുക. ഓക്കെ, അപ്പം ഇപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എസെൻഷ്യൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി അടുത്ത് എന്താ പറയണമെന്ന് നോക്കാം. ഓക്കെ, നമ്മളുടെ കൺസിഡറേഷൻ്റെ ലാസ്റ്റ് എസെൻഷ്യൽസ് അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസിഡറേഷൻ മസ്റ്റ് ബി സംതിങ് വിച്ച് ദ പ്രോമിസർ ഈസ് നോട്ട് ഓൾറെഡി ബൗണ്ട് ടു. ഓൾറെഡി ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പിന്നിൽ വീണ്ടും ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ഒരു കൺസിഡറേഷൻ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിന് പിന്നിൽ വീണ്ടും ഒരു കൺസിഡറേഷൻ ആവശ്യമില്ല എന്നാണ് ഈ ഒരു എസെൻഷ്യൽ പറയുന്നത്. A promise to do what one is already bound to do, either by general law or under an existing contract, is not a good consideration for a new promise. Already ഒരു പ്രോമിസ് ഫോം ചെയ്തിട്ടുണ്ട്, അതിലൊരു കൺസിഡറേഷനും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് എന്താണോ വേണ്ടത് അത് ചെയ്യാം. ഓക്കെ, ഇത് തന്നെ വീണ്ടും ഒരു പുതിയ പ്രോമിസിന് വേണ്ടിയിട്ട് ഇത് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അവിടെ ഉണ്ടത്. എക്സാമ്പിൾ പറയുന്ന ഇതാണ്, പേഴ്സൺ എ ഈസ് പെയ്ഡ് സാലറി ഫോർ ഡൂയിങ് എ ജോബ്. ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് സാലറി പേ ചെയ്യുന്നുണ്ട്. സോ ഈസ് ബൗണ്ട് ടു ഡൂ ദ ജോബ്. അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും ആ ജോലി ചെയ്യേണ്ട ബാധ്യത അയാൾക്കുണ്ട്. ബട്ട് എ പ്രോമിസ് ടു പേ അനദർ സം ഓഫ് മണി ഫോർ ഡൂയിങ് ദ ജോബ് ഈസ് വിത്തൗട്ട് കൺസിഡറേഷൻ. അപ്പം ആളെന്ത് ചെയ്തു, വേറൊരു ഇത് പറയാണ്, അയാളുടെ ശമ്പളം കൂടാതെ വേറെയും പൈസ അയാൾ ആവശ്യപ്പെടുകയാണ് വേറെ ജോബ് ചെയ്യാനായിട്ട്. അപ്പം ഓൾറെഡി കൺസിഡറേഷൻ ഉള്ളപ്പോൾ വീണ്ടും ഒരു പൈസ അവിടെ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, സോ അങ്ങനെ നമ്മൾ മൊത്തം 7 എസെൻഷ്യൽസാണ് കൺസിഡറേഷനിൽ കണ്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ആ എസെൻഷ്യലിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ് നമ്മൾ വീണ്ടും കൈൻഡ്സ് ഓഫ് കൺസിഡറേഷനിൽ പറയുന്നത്. എന്താണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കൺസിഡറേഷൻ. എന്താണ് എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ, എക്സിക്യൂട്ടറി കൺസിഡറേഷൻ ആൻഡ് പാസ്റ്റ് കൺസിഡറേഷൻ.
അതായത് എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ വെച്ചാൽ പ്രസൻറ്റ് കൺസിഡറേഷൻ, എക്സിക്യൂട്ടറി കൺസിഡറേഷൻ എന്ന് വെച്ചാൽ ഫ്യൂച്ചർ കൺസിഡറേഷൻ ആൻഡ് പാസ്റ്റ് കൺസിഡറേഷൻ. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് അല്ലേ. എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ ദറ്റ് ഈസ് പ്രസൻറ്റ് കൺസിഡറേഷൻ, പ്രോമിസ് നടന്നു കഴിഞ്ഞ് സൈമൾട്ടേനിയസ്ലി കൺസിഡറേഷനും ഫോം ചെയ്യുന്നു, ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട്. അതാണ് എന്ത് എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ. എക്സിക്യൂട്ടറി കൺസിഡറേഷൻ എന്ന് വെച്ചാൽ ഫ്യൂച്ചർ കൺസിഡറേഷൻ, പ്രോമിസ് ആദ്യം ഫോം ചെയ്തു, പിന്നീട് ഭാവിയിൽ അതിനുള്ള കൺസിഡറേഷൻ ഫോം ചെയ്യുന്നുള്ള പ്രോമിസ് ചെയ്യാണ്. അതാണ് എന്ത് എക്സിക്യൂട്ടറി കൺസിഡറേഷൻ. ദറ്റ് മീൻസ് ദ കൺസിഡറേഷൻ വിൽ ബി എക്സിക്യൂട്ടഡ് ഇൻ ദ ഫ്യൂച്ചർ, പിന്നീട്, അപ്പം തന്നെ ഇല്ല കേട്ടോ, പിന്നീട്. ഇനി പാസ്റ്റ് കൺസിഡറേഷൻ. എന്താണ് പാസ്റ്റ് കൺസിഡറേഷൻ? ദറ്റ് മീൻസ് ഓൾറെഡി എന്തുണ്ടാവുന്നു, കൺസിഡറേഷൻ ആദ്യം ഉണ്ടാവുന്നു, പിന്നെ അതിനോടനുബന്ധിച്ച് പ്രോമിസ് പിന്നീടാണ് ഉണ്ടാവുക. അപ്പോൾ ആ പ്രോമിസ് നടക്കുന്ന സമയത്ത് ആ കൺസിഡറേഷൻ പാസ്റ്റായി, ഓൾറെഡി അത് സംഭവിച്ചു കഴിഞ്ഞതാണ്. അതാണ് പാസ്റ്റ് കൺസിഡറേഷൻ. അപ്പം എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ അല്ലെങ്കിൽ പ്രസൻറ്റ് കൺസിഡറേഷൻ, എക്സിക്യൂട്ടറി കൺസിഡറേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ കൺസിഡറേഷൻ, പാസ്റ്റ് കൺസിഡറേഷൻ, ഈ 3 കൺസിഡറേഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വേറൊരു പോയിൻ്റ് കൂടെ പറഞ്ഞിരുന്നു, പാസ്റ്റ് കൺസിഡറേഷൻ ഇംഗ്ലീഷ് ലോയിൽ പറഞ്ഞിട്ടില്ല. ഇംഗ്ലീഷ് ലോയിൽ അങ്ങനെ ഇല്ല. എന്താണ് പാസ്റ്റ് കൺസിഡറേഷൻ? ആദ്യം കൺസിഡറേഷൻ കൊടുക്കുക, എന്നിട്ട് അതിന് ശേഷം പ്രോമിസ് പെർഫോം ചെയ്യും. അങ്ങനെ ഒരു സംഭവം ഇംഗ്ലീഷ് ലോയിൽ പറയുന്നില്ല. സോ ദർ ഈസ് നോ പാസ്റ്റ് കൺസിഡറേഷൻ ഇൻ ഇംഗ്ലീഷ് ലോ, ബട്ട് ദർ ഈസ് എൻ എക്സെപ്ഷൻ. അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്, ഒരു ചെറിയ ഇളവ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ടു ദ റൂൾ ഇഫ് ദ കൺസിഡറേഷൻ വാസ് മൂവ്ഡ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ പ്രോമിസർ. അതായത് നമുക്ക് കൺസിഡറേഷൻ ഫോം ചെയ്യുന്നത് പ്രോമിസറുടെ ഡിസൈർ കൊണ്ടാണല്ലോ. അപ്പം ആ പ്രോമിസർ എങ്ങനെ ഡിസൈർ ചെയ്തിട്ടുള്ളോ അതേപോലെ തന്നെയാണ് പ്രോമിസി അത് പെർഫോം ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഈ പ്രോമിസർ തന്നെ പറയാണ്, ഓക്കെ, ആൾ റിക്വസ്റ്റ് ചെയ്യാണ്, ഓക്കെ, സപ്പോസ് ഇപ്പോൾ പ്രോമിസിക്ക് അത് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അയാളുടെ ഏതെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള തേർഡ് പാർട്ടിക്ക് പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് ലോയിൽ അലൗഡാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷ് ലോയിൽ പാസ്റ്റ് കൺസിഡറേഷനെ കുറിച്ച് പറയുന്നത്. അപ്പം ഇത് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്കതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിരുത്തി പഠിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് എക്സാംസിനൊക്കെ, യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുള്ളതാണ്. ജസ്റ്റ് ഓടിച്ച് ഒന്ന് പറഞ്ഞുതരാം, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ സബ്ജക്റ്റിൻ്റെ റിവിഷൻ വരുമ്പോൾ ഒന്നുകൂടി എടുക്കുന്നതായിരിക്കും. അപ്പം ആദ്യം ഡെഫിനിഷൻ ഓഫ് കോൺട്രാക്റ്റ് പഠിച്ച സമയത്ത് നമുക്കറിയാം, കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ ആണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അത് 2017, 16, 15 2 മാർക്സിന് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് കോൺട്രാക്റ്റ് എന്ന്. പിന്നെ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് 2017, 18 എസ് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എഗ്രിമെൻറ്റ് എലമെൻ്റാണ്, കോൺസെൻസ് ആഡിഡം അതും എഗ്രിമെൻ്റാണ്, അതും എസെൻഷ്യലാണ്, എലമെൻ്റാണ്, എസെൻഷ്യലായിട്ടുള്ള എലമെൻ്റാണ്. കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, പ്രീ കൺസേൺ, കൺസിഡറേഷൻ, ലോഫുൾ ഒബ്ജക്റ്റീവ്, അതുപോലെ നോട്ട് ഡിക്ലെയർഡ് ടു ബി വോയിഡ്, certainty and possibility of performance and intention to create legal relationship. ഇതൊക്കെ നമ്മളുടെ കോൺട്രാക്റ്റിൻ്റെ എലമെൻറ്റ്സ് ആണ്. ഇത് 17, 18 എസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് എഗ്രിമെൻറ്റ്? 2017 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് മെൻ ബൈ വോയിഡ് എഗ്രിമെൻറ്റ്? അതും 2016 ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന്. പിന്നെ 2016 ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ്, അത് 15 മാർക്കിന് എസ് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം 3 രീതിയിലാണ് കോൺട്രാക്റ്റ് ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യം പെർഫോമൻസിൻ്റെ ബേസിൽ യൂണിലാറ്ററൽ, ബൈലാറ്ററൽ, എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷൻ, എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ടാസിഡ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്, ക്വാസി കോൺട്രാക്റ്റ്. പിന്നെ ഓൺ ദെയർ ലീഗൽ ഇഫക്ട്സ്, വാലിഡ് കോൺട്രാക്റ്റ്, വോയിഡ് കോൺട്രാക്റ്റ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്റ്റ്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് എസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ വരുന്നത് എന്താണ് ഓഫർ അല്ലെങ്കിൽ പ്രൊപ്പോസൽ. 2016 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓഫർ അല്ലെങ്കിൽ പ്രൊപ്പോസൽ എന്താണെന്ന് ചോദിച്ചിട്ട്. പിന്നെ ചോദിച്ചിട്ടുള്ളത് യെസ്, നമ്മളുടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഫേഴ്സിൽ സ്റ്റാൻഡിങ് ഓഫർ, നമ്മൾ ടൈപ്പ് ഓഫ് കൈൻഡ്സ് ഓഫ് ഓഫറിൽ നമ്മൾ കണ്ടിരുന്നു. സ്പെസിഫിക് ഓഫർ, ജനറൽ ഓഫർ, സ്റ്റാൻഡിങ് ഓഫർ, കൗണ്ടർ ഓഫർ, ക്രോസ് ഓഫർ എന്നൊക്കെയുള്ള അത് കണ്ടിരുന്നു. അപ്പം അതിൽ സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ എന്താണ്? അതായത് ഒരു പർട്ടിക്കുലർ പീരീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യാനായിട്ട്, എന്തെങ്കിലും ഒരു മെറ്റീരിയൽ സപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഓഫറിനെയാണ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സമയത്തും അതിന് സപ്ലൈക്ക് വേണ്ടി ഓർഡർ വേണ്ടി വരും. വൺസ് ഒരു സമയത്ത് അതിന് ഓർഡർ പ്ലേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റാൻഡിങ് ഓർഡർ അവിടെ വെച്ച് സ്റ്റോപ്പ് ആകും അല്ലേ. അപ്പോൾ അത് 2015 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് നമ്മളുടെ ഓഫർ അക്സെപ്റ്റൻസ് നമ്മൾ പോസ്റ്റിലൂടെ നമ്മൾ അയക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതിൽ വേറെ വരുന്നത് കൺസിഡറേഷൻ. എന്താണ് കൺസിഡറേഷൻ്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു പ്രോമിസ് കൺസിഡറേഷൻ ഇല്ലാത്തൊരു പ്രോമിസ് ബെയർ പ്രോമിസാണ്. നൂഡം പാക്റ്റം എന്നുള്ള ലാറ്റിൻ വേർഡ് നമ്മൾ പറഞ്ഞു. പിന്നെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് സംതിങ് ഇൻ റിട്ടേൺ ആണ്. അതിൻ്റെ ലാറ്റിൻ വേർഡ് ക്വിഡ് പ്രൊക്യോ എന്നുള്ളൊരു വേർഡാണ് കൺസിഡറേഷൻ്റെ ഇത് വരുന്നത്. കൺസിഡറേഷൻ്റെ ഡെഫിനേഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എസെൻഷ്യൽസ് അത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം അത് ഇനി എന്തായാലും ഇപ്പം ഇനി ഒരു എക്സാം കഴിഞ്ഞതുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി കിട്ടും. അപ്പം നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ എക്സാമിൻ്റെ ഇത് അതിന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൂടി കിട്ടി കഴിയുമ്പോൾ നമ്മളൊന്നുകൂടി അടുപ്പിച്ച് ഇപ്പോൾ ഒരു 4 വർഷത്തിലേക്ക് ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഓരോ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാലും നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. സോ എനിവേ ഏത് രീതിയിലായാലും നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഒതുക്കാവുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. സോ ഇതെന്തായാലും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അല്ലെ, ഇപ്പം നമ്മൾ കുറച്ച് കാലമായിട്ട് അല്ലേ, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ അല്ലേ, ഒരു 4-5 മാസമായിട്ട് നമ്മൾ ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ വീടുകളിൽ കഴിയുകയാണ് അല്ലേ. വീടുകളിൽ അങ്ങനെ തുടർച്ചയായിട്ട് കഴിയുന്ന ശീലം അത്ര ഇല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ അതിലൊക്കെ ശീലമായി തുടങ്ങി. നമ്മളിൽ എല്ലാവരിലും ഓരോ മാറ്റങ്ങൾ അല്ലേ പ്രകൃതിയാൽ തന്നെ ഉണ്ടാക്കി തന്നു. അപ്പം ഇതിൽ നമ്മളുടെ ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയിട്ട് ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലും പഠനത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് ഈ രീതിയിൽ എത്താൻ പറ്റിയത് ഒരു നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള സമയമില്ലേ, നമ്മൾ എത്രമാത്രം സമയം വെറുതെ ഇരുന്നിട്ടും ടി വി കണ്ടുകൊണ്ടും വീട്ടിലുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചുകൊണ്ടും അല്ലെങ്കിൽ വെറുതെ ഭക്ഷണം കഴിച്ച് അങ്ങനെയൊന്നും നമുക്ക് ഒത്തിരി കാലമൊന്നും ഇരിക്കാൻ പറ്റില്ല അല്ലേ. വി ഷുഡ് ഡു സംതിങ് അല്ലേ. നമ്മളുടെ ഒരു നേച്ചർ, നമ്മളുടെ സാധാരണ എല്ലാവരുടെയും ഒരു നേച്ചർ എന്നാണ് വി ആർ നോട്ട് വില്ലിങ് ടു സിറ്റ് ഐഡിയൽ. വി ഷുഡ് ഡു സംതിങ് അല്ലേ. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് അത് ബുദ്ധിമുട്ടുണ്ട്. ആദ്യം തുടക്കത്തിലൊക്കെ നമുക്ക് ഭയങ്കര ഒരു രസമായിരുന്നു ഇങ്ങനെ വെറുതെ ഇരിക്കുക. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കത് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി അവെയറായി തുടങ്ങി. അപ്പോൾ എല്ലാവരും തന്നെ എന്തിലെങ്കിലുമൊക്കെ ഇൻവോൾവ് ആയിട്ട് ആവാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഫുൾ ടൈം ഇപ്പോൾ നമ്മൾ ചാറ്റ് ചെയ്തിരിക്കാനോ അങ്ങനെയല്ല, സംതിങ് നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ചിന്തയിലേക്ക് എല്ലാവരും വന്നു തുടങ്ങി. അപ്പോൾ അതേ പാതയിലാണ് നിങ്ങളെല്ലാവരും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പം പ്രത്യേകിച്ചും പഠിക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കുക. ഓക്കെ, ഓരോ ദിവസം നമുക്കുണ്ടാവുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെയാണ്. അത് മനസ്സിലാക്കിയെടുത്ത് ഒരു പ്രാവശ്യം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കത് മതിയാവും. അതൊന്ന് ഇടയ്ക്ക് പിന്നൊന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് ഈസി നൗഡേയ്സ് ടു ലേൺ സബ്ജക്ട്സ്. ഡിഫിക്കൾട്ട് അത്ര അല്ല. കാരണം എല്ലാ രീതിയിലും ഇപ്പോൾ തന്നെ നോക്കൂ, ഇപ്പം
സി ഇപ്പോൾ കോളേജിൽ വന്നിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കുന്ന അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിരുന്ന് പിന്നെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കാം എന്നുള്ളൊരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ തിയറി പേപ്പേഴ്സൊക്കെ ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പവർ പോയിൻറ്റിൽ അതിൻ്റെ എല്ലാ വേർഡ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇലസ്ട്രേഷൻസ് ഉണ്ടാവും. നിങ്ങൾക്കത് കണ്ണുകൊണ്ട് വായിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഓഡിയോ പറയുന്നുണ്ട്, അപ്പോൾ കേട്ട് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ അത് ആ രീതിയിൽ, അപ്പോൾ അത് വീണ്ടും നിങ്ങൾക്ക് ആ ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പിന്നീടായാലും എടുത്ത് നോക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് തുടക്കത്തിൽ ഫസ്റ്റ് ടൈം നമ്മളത് കേൾക്കുമ്പം അത് ശരിക്കും സ്ലൈഡ്സ് വായിച്ച് മനസ്സിലാക്കി കേട്ട് മനസ്സിലാക്കി പഠിക്കണം. പിന്നീടുള്ള റിപ്പീറ്റേഷനിൽ ജസ്റ്റ് കേട്ട് മാത്രം പഠിച്ചാൽ മതിയാവും. അപ്പം അങ്ങനെ ഒരു ഈസിനെസ് നിങ്ങൾക്ക് പഠിത്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു പ്രായത്തിൽ നിങ്ങളുടെ ഒരു വളർച്ചയ്ക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കോമ്പറ്റീറ്റീവായിട്ടുള്ള വേൾഡിൽ നമുക്ക് എത്ര തന്നെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ പഠനത്തിലാണ് അല്ലേ. ഇപ്പം നമുക്കൊക്കെ വളരെ പ്രിയങ്കരനായ സുശാന്ത് മരിച്ചപ്പം ആളുടെ ആ ഒരു കഴിവ്, ആ പഠിക്കാനുള്ള ഒരു ഇതെല്ലാം നമ്മൾ കണ്ടിരുന്നു ശരിക്കും. അപ്പം മനസ്സിലാക്കുക, ആൾക്കാർ ആളുടെ പൈസ കൊണ്ടല്ല അളക്കുന്നത്, ആളുടെ ആ കഴിവ്, ആ പഠിക്കാനുള്ള മിടുക്ക് അല്ലേ, അഭിനയിക്കാനുള്ള കഴിവ്, അങ്ങനെയൊക്കെയാണ് ആളെ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പം ഓരോ വ്യക്തികളും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളൊക്കെയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കും ആ രീതിയിൽ നമ്മളുടെ സൊസൈറ്റിയിലുള്ള ഒരു അംഗീകാരം നമ്മളുടെ വളർച്ചയ്ക്ക് വളരെയധികം ആവശ്യമാണ്. ഇപ്പം നിങ്ങളെല്ലാം ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് സമൂഹം നമ്മളെ അംഗീകരിച്ചത് നമ്മളുടെ മാതാപിതാക്കളിലൂടെയും അവരുടെ ബിലോങ്ങിങ്സിലൂടെയാണ് അല്ലേ. ഇന്ന ആളുടെ മകൾ അല്ലെങ്കിൽ മകൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇപ്പോഴും നമ്മൾ അതേ രീതിയിലാണ് അറിയപ്പെടുന്നത്. ഇന്ന തറവാട്ടിലെ കുട്ടിയാണ്, ഇന്ന വീട്ടിലെ കുട്ടിയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷേ ഇനിയിപ്പം നിങ്ങൾ ഒരു ടീനേജിൽ വന്നു കഴിഞ്ഞു, നിങ്ങളുടെ ഒരു കരിയർ ഡെവലപ്മെൻ്റ് ആയിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള സ്കിൽസ്, നിങ്ങളുടേതായിട്ടുള്ള ബിഹേവിയേഴ്സ്, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് അതിലൂടെ എങ്ങനെ ഫോം ചെയ്യാം. സോ അതിന് വളരെ ബേസായിട്ട് വേണ്ടതാണ് നമ്മളുടെ പഠനം. അത് എത്ര നല്ല രീതിയിൽ ചെയ്യാമെന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി ചെയ്യുക. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു മെച്യൂരിറ്റിയിൽ നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ വികസിപ്പിച്ച് നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ നിങ്ങൾ പൂർത്തിയാക്കി നിങ്ങളുടെ കരിയറിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളെ എങ്ങനെ, നിങ്ങൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളെ അംഗീകരിച്ച സമുദായം, നമ്മളുടെ സമൂഹം നമ്മളെ പിന്നീട് അംഗീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം നമ്മളിലൂടെയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങളിലൂടെ ആയിരിക്കണം നിങ്ങളുടെ പാരൻസും നിങ്ങളുടെ ബിലോങ്ങിങ്സും ഒക്കെ അറിയപ്പെടേണ്ടത്. അവിടെയാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, മമ്മൂട്ടിയോ മോഹൻലാലോ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നമുക്ക് മമ്മൂട്ടിയോ മോഹൻലാലൊന്നും അറിയില്ല. അവരൊക്കെ അറിയപ്പെട്ടിരുന്നത് അവരുടെ മാതാപിതാക്കളിലൂടെയാണ്, അവരുടെ ബിലോങ്ങിങ്സിലൂടെയായിരുന്നു. പക്ഷെ അവർ മെഗാ സ്റ്റാർസായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാം അവരിലൂടെയാണ് അറിയപ്പെടുന്നത് അല്ലേ. മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പാരൻസ്, മോഹൻലാലിൻ്റെ ഫാമിലി, മമ്മൂട്ടിയുടെ ഫാമിലി, മോഹൻലാലിൻ്റെ കാറ്, മമ്മൂട്ടിയുടെ വണ്ടി അല്ലേ, മോഹൻലാലിൻ്റെ വീട്, മമ്മൂട്ടിയുടെ മക്കൾ അല്ലേ, എല്ലാം അവരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഒരു ഹ്യൂമൻ ലൈഫിൽ സക്സസ് നേടുന്ന ഏതൊരു വ്യക്തിയുടെ വിജയഗാഥ അങ്ങനെയാണ്. ഇപ്പം നമ്മളുടെ ജീവിത വിജയം ഈ രീതിയിൽ തന്നെ ആവണം. അതൊക്കെ നമ്മുടെ ബേസ് പഠിക്കുന്നുണ്ട്. അതിന് വേറൊരു കോംപ്രമൈസും ഇല്ല. നിങ്ങളെങ്ങനെയാണോ നിങ്ങളുടെ 10ാം ക്ലാസ് +2 ഒക്കെ പാസ്സായി നല്ല മാർക്കോടുകൂടി വന്നത്, അതേപോലെ നല്ല മാർക്കോടുകൂടി നമ്മളെ ഡിഗ്രിയും നിങ്ങൾ പാസ്സാവാനായിട്ട് ശ്രമിക്കണം. പഠനം നമുക്ക് നമ്മളുടെ രീതിയിൽ ആക്കി മാറ്റിയെടുക്കണം. ഓക്കെ, സോ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നന്മയ്ക്കായിട്ട് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പാരൻസ് ആയാലും ഞങ്ങളായാലും നിങ്ങളുടെ നന്മ ഉദ്ദേശം മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഉൾക്കൊള്ളുക. മനസ്സിലായോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ബ്രഷപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. മക്കളെല്ലാവരും അത് ഉൾക്കൊള്ളും എന്നുള്ള വിശ്വാസത്തിലാണ്. എനിവേസ് നമുക്കിനിപ്പോൾ അടുത്ത സെഷനിൽ കാണാം.
So till then it's bye, and please all of you take care. Okay, bye.